ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ജൂലൈ 19 വെള്ളിയാഴ്ച ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥി നമുക്കറിയാം, നമ്മൾ പ്രദോഷമായിട്ടാണ് ആചരിക്കുന്നത്. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ത്രയോദശിയാണ് വെളുത്ത പക്ഷത്തിലെ പ്രദോഷം. പ്രദോഷം നമ്മൾ സാധാരണയായിട്ട് ശിവഭഗവാനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആചരിക്കുന്നത്. പ്രദോഷ സന്ധ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത്തവണത്തെ പ്രദോഷം ജൂലൈ 19 വെള്ളിയാഴ്ച ദിവസമാണ്. ഭഗവാൻ പരമശിവനെ നമ്മൾ പ്രദോഷത്തിൽ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് നടരാജ രൂപമാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായി കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, നടരാജ രൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ കഥയുണ്ട്. ആ കഥ എന്ന് പറയുന്നത് പാലാഴി മഥനം നടക്കുന്നു. മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും ഉപയോഗിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞു. ആ സമയത്ത് വാസുകിക്ക് വലിയ ക്ഷീണം തോന്നുകയും വാസുകി ഛർദ്ദിക്കാനായിട്ട് പോവുകയും ചെയ്യുന്നു. വാസുകി ഛർദ്ദിക്കുന്നത് കാളകൂട വിഷമാണ്. വാസുകിയുടെ കണ്ണൊക്കെ ചുവന്നു, നാക്കൊക്കെ പുറത്തേക്ക് വന്നു. അപ്പോൾ തന്നെ അവിടെ കൂടിയിരുന്ന സകല ദേവീദേവന്മാർക്കും യക്ഷന്മാർക്കും കിങ്കരന്മാർക്കും അസുരന്മാർക്കുമൊക്കെ തല കറങ്ങാനും ശ്വാസം മുട്ടാനും തുടങ്ങി. അപ്പോൾ ഛർദ്ദിച്ചാലുള്ള അവസ്ഥ എന്താണ്? ഛർദ്ദിച്ചു താഴേക്ക് വീണാൽ, ആ കാളകൂട വിഷം താഴേക്ക് പതിച്ചാൽ ത്രിലോകങ്ങളും നശിക്കും. ഈ ഒരു ആപത്ഘട്ടം ഒഴിവാക്കുന്നതിനായിട്ട് ഭഗവാൻ പരമശിവൻ അത് സ്വന്തം ശരീരത്തിലേക്ക് സ്വീകരിച്ചെന്നും, പിന്നൊരു കഥ പറയുന്നത് ദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചപ്പോൾ ആ വിഷം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഉറച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് നീലകണ്ഠൻ അല്ലെങ്കിൽ വിഷകണ്ഠൻ എന്നൊക്കെ പേര് ലഭിച്ചതെന്നൊക്കെ ഒരു കഥ പറയുന്നുണ്ട്. എന്തുതന്നെയായാലും ഈ കാളകൂട വിഷം ഭക്ഷിച്ചതിന് ശേഷം ഭഗവാന് ഒരു വലിയ ആലസ്യമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഭഗവാൻ ശ്രീപാർവതിയുടെ മടിയിൽ തലവെച്ച് കിടന്നു. അദ്ദേഹം അങ്ങനെ കണ്ണടച്ച് ഭഗവതിയുടെ മടിയിൽ തലവെച്ച് കിടന്നപ്പോൾ സകല ദേവീദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും സപ്തർഷികളും എല്ലാവരും തന്നെ അവിടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഉണർന്നെഴുന്നേറ്റത് ഒരു ത്രയോദശി സന്ധ്യയിലായിരുന്നു. അപ്പോൾ പാർവതീദേവിയെ പീഠത്തിലിരുത്തി അദ്ദേഹം ആനന്ദ നടനമാടി. നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ അദ്ദേഹം നടനമാടി എന്നാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ സകല ദേവീദേവന്മാരും സന്തോഷിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. ഇതാണ് കഥ. അതുകൊണ്ട് തന്നെ പ്രദോഷ സന്ധ്യയ്ക്ക് ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവനെ എവിടെയാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യമുണ്ടാകുമെന്നും എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം പ്രദോഷ സന്ധ്യയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുമെന്നുമാണ് വിശ്വസിക്കുന്നത്. ഇത്തവണത്തെ പ്രദോഷ സന്ധ്യാ പൂജാകാലമെന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് 6:45 മുതൽ 7:41 വരെയാണ്. ഇനി ഏത് ദേശത്തുള്ളവരാണെങ്കിലും അവർ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുക, നമഃശിവായ മന്ത്രം ജപിക്കുക. മഹാക്ഷേത്രങ്ങളിൽ പ്രദോഷ പൂജകളൊക്കെ നടക്കാറുണ്ട്. അതൊക്കെ കണ്ടു തൊഴുന്നത് വലിയ വിശേഷമാണ്. ഇനി പ്രദോഷവ്രതം എടുക്കുന്നതിൻ്റെ ശരിയായ വ്രതരീതി എന്ന് പറയുന്നത്, തലേദിവസം നമ്മൾ ശുദ്ധാഹാരത്തിലിരുന്ന് വ്രതത്തിന് വേണ്ടി തയ്യാറെടുക്കുക. എല്ലാ വ്രതങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പിറ്റേ ദിവസം നമ്മൾ ഒന്നും കഴിക്കില്ല, വെള്ളം പോലും കുടിക്കില്ല. രാവിലെ മുതൽ സന്ധ്യ വരെ ഒന്നും കഴിക്കാതെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഇരിക്കും. സന്ധ്യയ്ക്ക് ദീപാരാധന കണ്ടു തൊഴുത് അവിടെ നിന്നും കരിക്ക് നേദിച്ചോ അതല്ലെങ്കിൽ പഴം നേദിച്ചോ ഒക്കെ കഴിക്കും. നമ്മൾ കരിക്ക് നേദിച്ച് കുടിക്കും, പഴം നേദിച്ച് കഴിക്കും. അങ്ങനെ അമ്പലത്തിൽ നിന്ന് അങ്ങനെ നേദിച്ച് കഴിച്ചതിന് ശേഷം നമ്മുടെ വ്രതം അപ്പോൾ അവിടെ അവസാനിക്കുകയാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം അതിനുശേഷം ശിവക്ഷേത്രങ്ങളിൽ ചോറ് നമുക്ക് കിട്ടാറുണ്ട്. അവിടുന്ന് തന്നെ നമുക്ക് ചോറ് മേടിച്ച് ഭക്ഷിക്കാം. അതായത് അവിടുത്തെ ഉണക്കലരി കൊണ്ടുള്ള ചോറും ഉള്ളിയൊന്നും ചേർക്കാത്ത
ചമ്മന്തിയും മോരുമൊക്കെ കൂട്ടി കഴിക്കാം. ഇനി ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ സന്ധ്യയ്ക്ക് നമഃശിവായ മന്ത്രം വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച്, അതല്ലെങ്കിൽ ശിവസഹസ്രനാമം ജപിച്ച്, ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിളക്കിൻ്റെ മുമ്പിൽ കരിക്ക് വെക്കുക, അല്ലെങ്കിൽ കരിക്കില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വെക്കുക. അതിനുശേഷം 2 പഴങ്ങളും കൂടെ വിളക്കിൻ്റെ മുമ്പിൽ വെച്ച് ഭഗവാന്റെ മുമ്പിൽ വെച്ച് നമ്മൾ നാമം ചൊല്ലിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് അത് പ്രസാദമായിട്ട് സ്വീകരിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ വീട്ടിൽ ശുദ്ധമായി പച്ചരി വെച്ച് അല്ലെങ്കിൽ ഉണക്കലരി വെച്ച് നമുക്ക് ലഘുവായ ഉള്ളിയൊന്നും ചേർക്കാത്ത ചമ്മന്തിയോ മോരോ ഒക്കെ കൂട്ടി കഴിക്കാം. പഴകിയ അച്ചാറുകളൊന്നും കൂട്ടി കഴിക്കരുത്. ഇങ്ങനെയാണ് സാധാരണ പ്രദോഷവ്രതം എടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. ഇത്രയേ ഉള്ളൂ വ്രതക്രമം. ഇനി ഇത് സാധാരണ ആരോഗ്യമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. മരുന്ന് കഴിക്കുന്നവർ കാണും, ഗർഭിണികൾ കാണും, പ്രായമായവർ കാണും, അമിതമായി ജോലി ചെയ്യുന്നവർ കാണും. അവർക്കൊക്കെ ഇളവുകളുണ്ട്. അതായത് ശുദ്ധമായ ആഹാരത്തിലിരിക്കുക, അരിഭക്ഷണം ഒഴിവാക്കുക, പാലും പഴവർഗ്ഗങ്ങളും കഴിക്കാം. പകൽ മുഴുവൻ നമുക്ക് പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കാം, കരിക്കും വെള്ളം കുടിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ വ്രതം എടുക്കാം. കാരണം അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് കൊണ്ട്. അതല്ലാത്തവർക്ക് ഉപവസിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവസിക്കാം. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ആരോഗ്യം എങ്ങനെയാണ് അല്ലെങ്കിൽ സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്കേ അറിയത്തുള്ളൂ. അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. പക്ഷേ അരിഭക്ഷണം പകൽ സമയത്ത് കഴിക്കരുത്. ധാന്യഭക്ഷണങ്ങളും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഴങ്ങൾ കഴിച്ചിരിക്കുന്നതാണ് നല്ലത്. ഇനി കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുക്കണം, ക്ഷീണം വരും, അങ്ങനെയുള്ളവർക്ക് ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. കാരണം അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് കൊണ്ട്. പക്ഷേ പ്രാർത്ഥന ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അരിഭക്ഷണം വേണ്ട. ധാന്യങ്ങളും കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചില എക്സെപ്ഷൻ കേസുകളുണ്ടല്ലോ, നമുക്ക് വയ്യ, നമ്മൾ തളർന്നു പോകരുത് വ്രതമെടുത്തത് കൊണ്ട്. പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനമെന്ന് ഓർക്കുക. അങ്ങനെ നമ്മുടെ വ്രതക്രമം നമ്മൾ രൂപീകരിക്കുക. അല്ലാതെ ഒന്നും ദോഷമൊന്നുമില്ല, പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. അന്നത്തെ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി ഈ രീതിയിലിരിക്കുക. അരിഭക്ഷണം വേണ്ട, പഴങ്ങൾ കഴിച്ചിരിക്കാമെങ്കിൽ നല്ലത്. അതല്ലെങ്കിൽ ചൊവ്വരി ഇട്ടിട്ട്, ഈ ഗോതമ്പൊന്നും കഴിക്കാതെ ചൊവ്വരി ഇട്ടിട്ട് പാല് കാച്ചി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ക്ഷീണങ്ങളെല്ലാം മാറും. പകൽ സമയത്തെ കാര്യം മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെ നമുക്ക് ഇരിക്കാം. എല്ലാവരും പക്ഷേ വെള്ളിയാഴ്ച ദിവസം ത്രയോദശി തിഥിയാണെന്ന് മനസ്സിലാക്കി നമഃശിവായ മന്ത്രം ജപിക്കുക. വെള്ളിയാഴ്ച വരുന്ന പ്രദോഷത്തിന് ശുക്രപ്രദോഷം എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുക. നമ്മുടെ രാമായണം സീരീസ് അത് തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും വീഡിയോ കാണണം, രാമായണം കേൾക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. പലർക്കും പക്ഷേ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ അമർത്താത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യണം. അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ മാധവം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കിട്ടും. അപ്പോൾ ആ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് താഴോട്ട് രാമായണം കഥകൾ ഇട്ടിട്ടുണ്ട്, അങ്ങനെ കാണാം. അതല്ലെങ്കിൽ പ്ലേലിസ്റ്റ്, അതിൽ രാമായണം എന്ന് പറയുന്ന പ്രത്യേകം ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്തുണ്ട്. അപ്പം നമുക്കത് അറിയത്തില്ലെങ്കിൽ കുട്ടികളോട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ മാധവം ചാനൽ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ രാമായണ കഥകൾ അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കേൾക്കണം, പ്രാർത്ഥിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.